അതുകൊണ്ട് അത് നിങ്ങൾ അതിനെ സമർത്ഥിക്കാനൊന്നും പോയേക്കരുത്. തെറ്റായിട്ട് നിങ്ങൾ എഴുതിക്കുന്നത് ഞങ്ങൾ തെറ്റ് എഴുതി പോയെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പല റിപ്പോർട്ട്സിലും കണ്ടു പറഞ്ഞു. ഓക്കെ, ഞാനിത് ഏത് ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അതിന് നോക്കി ഇൻപുട്ട് നോക്കിയേക്കായിരുന്നു അല്ലേ? എത്ര നോക്കണം? ഇൻപുട്ട് നോക്കിയേക്കാം. പല തന്നെയാവും ഔട്ട്പുട്ട് എത്ര 1.04 ആണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്ന എച്ച് പ്ലെയിൻ മീൻസ് ഏത് പ്ലെയിനാ? ഏത് പോർട്ടാ? ഡിഫറൻസ് ആണോ സം ആണോ? സം പോർട്ട്. താഴെയുള്ളത് P3, മേളിൽ വെർട്ടിക്കലായിട്ടുള്ളത് P4. മേളിലേക്കുള്ളത് P4, മുകളിലേക്കുള്ളത് P4, വെർട്ടിക്കലായിട്ടുള്ളത് നമ്മുടെ നേരേക്ക് ഫേസ് ചെയ്യും. നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ വെർട്ടിക്കലായിട്ടുള്ളത് P4, ലെഫ്റ്റും റൈറ്റുള്ളത് P1, P2. നമ്മുടെ നേരെ ഫേസ് ചെയ്യുന്നത് P3 ആണ് സമ്മിൽ. P3 സമ്മർ, P4 ഡിഫറൻസ്. അതാണ് മുകളിലത്തെ. ബാക്കി പറയുന്ന ഇൻപുട്ടും ചെയ്തു. നിങ്ങൾക്കറിയാം ഇപ്പൊ എന്താണ് ഈ പറഞ്ഞ സം പോർട്ട് മീൻസ് P3 എച്ച് പ്ലെയിൻ പോർട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് 1 വോൾട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പൊ 3 ഔട്ട്പുട്ട് പോർട്ട്സ് മീൻസ് ഒന്നാണ് P4 ഐസൊലേറ്റഡ് പോർട്ട്, then P1 and P2 ഏതാ? കൊളീനിയർ പോർട്ട്സ്. ഓക്കെ, ഈ 3 പോർട്ട് ഇപ്പോൾ ഓപ്പൺ ആണ്. ഇങ്ങനെ വെക്കാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ ആദ്യം മെഷർ ചെയ്യാൻ പോകുന്നത് കൊളീനിയർ പോർട്ട്സിന്റെ ഔട്ട്പുട്ട് ആണ്. അതിന് P1 നമുക്ക് പേര് കൊടുക്കാം. ഇയാൾക്ക് P1 പേര് കൊടുക്കാം. ആർക്കാ? ഇത് P1. P1ലേക്ക് ഞാൻ ആരെ കണക്ട് ചെയ്യുന്നു? ഈ എന്റെ കൈ തികയില്ല, വേറെ 2 കൈ കൂടെ വരണം. അതവിടെ വെച്ചാൽ നോക്കട്ടെ. എനിക്ക് ഒരു കൈ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെ വയ്ക്കാൻ പറ്റുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ശരി, റീഡിംഗ് ഒന്നും നിങ്ങളൊന്ന് പെർഫെക്റ്റ് ആയിക്കോളും കേട്ടോ. വോട്ട് ഡിവിഷൻ നോക്കിയിട്ട് ഇപ്പൊ എത്ര ഉണ്ടാ? 520 മില്ലി വോൾട്ട്സ്. നിങ്ങൾക്ക് എത്ര കൊടുത്തത്? നമ്മൾ 1 വോൾട്ടാണ് കൊടുത്തത്. 504. ഓക്കെ, അത് നമുക്ക് വാല്യൂ ഫിക്സ് ചെയ്യാം. ചെറിയ വ്യത്യാസം വരും. കാരണം നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന ഒരു പെർഫെക്റ്റ് മെഷർമെന്റ് സെറ്റപ്പ് അല്ല. ഇത് കൈ വെച്ച് ശരിയല്ല. ശരിക്കും എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ഇടണം. ഓക്കെ, നമുക്കറിയാം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാന്നുള്ളൂ. അപ്രോക്സിമേഷൻസും അഡ്ജസ്റ്റ്മെന്റ്സും വരാം. ഏത് കണ്ടീഷൻ വെച്ചുകൊണ്ടാ? നിങ്ങൾക്കിത് അറിയാം. ഇത് വരാനുള്ള കാരണം പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് ശരി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായിരിക്കണം. അത് പറ്റുമെന്ന് പറയുമ്പോൾ അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം. എന്ത് കാര്യം? അതിന്റെ പ്രശ്നം ഏതാണെന്നുള്ളത് അവിടെയാണ് ഇന്റർവ്യൂലൊക്കെ കയറി പോകുന്നതിന്റെ പ്രധാന കാരണം. മനസ്സിലായില്ലേ? ഇനി എവിടെ കൊടുക്കണം? P1 നോക്കാം. ഞാൻ ഫോട്ടോ തിരിച്ചാണോ ഇവിടുത്തേക്ക്? അതെ, ഈ ഫോട്ടോ തിരിച്ച് തെറ്റായിട്ട് കൊടുത്തത്. ആ കറക്റ്റാണ്. അതെ, ഓൾമോസ്റ്റ് ഹാഫ് മണിയല്ലേ ഇപ്പൊ എവിടെയും കൊടുത്തത്? P1 ഇപ്പൊ P2 ആദ്യം P1 എടുത്തപ്പോ 584. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ തീര് വരുന്നില്ലേ? എത്രയാണ് കൊടുത്തതിന്റെ? ഹാഫ് ആണ്. ഓക്കെ, ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. കാരണം നമുക്ക് നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന്റെ വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ ഓക്കെ, നമ്മളപ്പോൾ ഏത് പോർട്ട് ഇപ്പൊ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു? P3 മീൻസ് സം പോർട്ട് നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി അനലൈസ് ചെയ്യണ്ട. ഏതാ? ഏതാണ്? ഈ P1ലും P2ലും കണ്ട സിഗ്നലിലെ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട. എന്താ? ബേസ്. നമുക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾ കാണുന്നതാ വരും. എന്താണ്? ഇറ്റ്സ് എ വെരി ലോ ഫ്രീക്വൻസി സ്ക്വയർ വേവ് ആണ്. അതിനകത്ത് ആക്ച്വൽ ക്യാരിയറിന്റെ ഫേസ് കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു മെഷറിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ചിലപ്പോൾ എന്താ മാത്രം ഇവിടെ മെഷർ ചെയ്യുന്നതാ? ഈ പറഞ്ഞ സിഗ്നൽ റേഷ്യോസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവിടെ ഫേസ് ചേഞ്ചസ് കാണാൻ നമുക്ക് പറ്റുകയില്ല. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്?
P4 എന്ത് ചെയ്യണം? P4 P4 ഡിഫറൻസ് സ്പോട്ടിലേക്കാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാൻ പോകുന്നത്. ഗ്രീൻ്റെ പിങ്ക് ഫ്ലോയ്ഡ് നൈറ്റ് 10 ആ എക്സിബിറ്റ് ലൈഫ് ഇല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ നട്ടും ബോൾട്ടും ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടോ. ഏതൊരു സ്ഥലത്തും ഏതൊരു എക്യുപ്മെന്റിലും ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആരാന്നറിയോ? നട്ടും ബോൾട്ടുമാണ്. മനസ്സിലായില്ലേ? അല്ലേ? സ്ട്രക്ചർ നിലനിർത്തുന്നത് ആരാ? നട്ടും ബോൾട്ടും. അല്ലാതെ എക്യുപ്മെന്റ് ഉണ്ടാക്കി ഒരു കാര്യമുണ്ടോ? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് നട്ടും ബോൾട്ടും. നമ്മളിങ്ങനെ പറയാറുള്ളതുകൊണ്ട് അങ്ങനെ നട്ടും ബോൾട്ടും പോയെന്ന് പറയാറില്ലേ? ആ യൂസേജ് അതുകൊണ്ട് വരുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പറയാറില്ലേ? എനിക്കറിയില്ല. അങ്ങനെ ഒരുപാടുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് എവിടെയാ? ഈ പോട്ടാണ്. പക്ഷെ ഈ പോട്ട് വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞ പ്രശ്നം എന്തായിരിക്കും? താഴെ വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? കാറ്റ് പക്ഷേ ആൾക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കണം, അത് ഉറപ്പിച്ചോളണം കേട്ടോ. എനിക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ക്ലൈസ് കൊണ്ട് അടിച്ചു പോയിട്ടുണ്ടാവും. തിരിക്കുമ്പോ ഒരു കാര്യം കൂടെ ഓർത്തോണം, ഏതാ ഫാനും കൂടി കൂടെ തിരിഞ്ഞോളണം. അപ്പൊ നമ്മുടെ 2 എക്സ്പെരിമെന്റിൽ ആരില്ല? സ്ലൈഡിങ് സ്ലോട്ടഡ് ലൈൻ ഇല്ല. പക്ഷെ ആ 2 ആര് അത്യാവശ്യമാണ്? ആദ്യത്തെ 2 സ്ലോട്ടഡ് ലൈൻ ആവശ്യമല്ലേ? ഒന്ന് അബ്സല്യൂട്ട് വാല്യൂ മെഷർ ചെയ്യുന്നു, ഒന്ന് അവിടെ എന്താണ് പൊസിഷണൽ വാല്യൂ മെഷർ ചെയ്യും. നെറ്റ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ആദ്യം കാണാൻ പറ്റും. ഇതൊക്കെ പരിചയം തന്നെ ചെയ്യോടാ. മറ്റേ എക്സ്പീരിയൻസ് അവസാനം ഒന്നരത്തിന്റെ മൈക്രോവേവ് എല്ലാത്തിനും വെക്കണ്ട, അത് വെക്കാൻ നടക്കോ? സറ്റോറിന് വെക്കുക. കാരണം നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ഇത് എടുക്കുമ്പോ പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ നമ്മളിങ്ങനെ വെച്ചിരിക്കുക, അപ്പൊ ഈ നട്ടുമട്ടും ഇതിന്റെ വെയിറ്റ് കൂടും. ഈ വെയിറ്റ് കൂടുമ്പോ ഇവരിങ്ങോട്ട് പെട്ടെന്ന് പോയി കേട്ടോ. വളരെ ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ബാലൻസ്ഡാ. ഇതൊക്കെ ഞാൻ ചെറിയൊരു തള്ളു കൊടുത്താൽ മതി ഇങ്ങ് പോരും. അപ്പൊ എന്തായിരിക്കും ഒരു വെയിറ്റ് ഇങ്ങനെ വെച്ചാൽ ഉറപ്പായിട്ടും താഴെ പോരും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ എന്താണ് മെക്കാനിക്കൽ റീസണിങ്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ മെക്കാനിക്കൽ റീസണിങ്സ് വഴി ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാറില്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലൊക്കെ ഉണ്ടായിരിക്കണം. ഒരു സാധനം നിർമ്മിക്കുമ്പോൾ അവിടെ വെയിറ്റ് എങ്ങനെ വരും, ഷേപ്പ് എങ്ങനെ വരും, ജിയോമെട്രിയുടെ വ്യത്യാസം വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു തിങ്കിങ് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതെല്ലാം യൂസ് ചെയ്യേണ്ടത് എഞ്ചിനീയർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോ നമ്മുടെ കൊളീനി റാംസിലേക്ക് നമ്മൾ എടുക്കുന്നു. ഇപ്പൊ ഉറപ്പായിട്ടും ഇവിടെ വെയിറ്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അവിടെ ഞാൻ എന്ത് ചെയ്തോളാം? ഈ ഒരു സപ്പോർട്ടിലൂടെയാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. വാട്ട് പൊല്യൂഷൻ കറക്റ്റ് ആക്കുക. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? P1ൽ നിങ്ങളുടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആരൊക്കെയാ? P3യും P2 ബാച്ചിലോടാണ്. അതിന്റെ പ്ലെയിൻ മാറിപ്പോയത് കേട്ടോ.
ഔട്ട്പുട്ട് മെഷർ ചെയ്താ ഓക്കെ അതായിക്കോട്ടെ 780 ആണെങ്കിൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുക കറക്റ്റ് ആണല്ലോ 780 തന്നെയാണ് പിക്ക് നോക്കിയാണ് ഓക്കെ 780 ഓക്കെ 780 മില്ലിയോ ഓക്കെ നമുക്ക് തിരിക്കാം ഇനി ഏതാ അടുത്ത കൊളിംഗ് എയർപോർട്ട് ഏതാ P2 ഔട്ട്പുട്ട് ആ ചെറിയ വ്യത്യാസം 780 820 അപ്പൊ നമ്മുടെ ഇൻപുട്ട് വാല്യൂ കുറച്ച് മാറിണ്ടാവും കുറച്ച് മാറി ഓക്കെ നമുക്ക് അവിടെ പ്രൊഫഷൻ അറിയാം എന്താണ് ഡിവൈഡ് ചെയ്താൽ എന്തായാലും വന്നിരിക്കുന്നത് അപ്പൊ ഇൻപുട്ട് വാല്യൂ ഒരു വലിയ വാല്യൂ ആയിരിക്കും ഇപ്പോൾ ഓക്കെ ദെൻ ലാസ്റ്റ് ചെക്ക് എന്താണ് എന്തായിരിക്കും P4 മീൻസ് P4 ന്റെ ഐസൊലേറ്റഡ് പോർട്ടായ P3 ന്റെ ഔട്ട്പുട്ട് ആണ് എടുക്കാൻ പോകുന്നത് ഐസൊലേറ്റഡ് പോർട്ടാണ് അതുകൊണ്ട് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും ഐഡിയലി 0 ആയിരിക്കണം വെറും 8 മില്ലിയോട്ട് ആണുള്ളത് മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ എന്തായിരിക്കണം ഇത് ഐഡിയലി എത്രയായിരിക്കണം 0 മില്ലിയോട്ട് ആണ് ഓക്കെ 8 മില്ലിയോട്ട് അപ്പൊ ഇതാണ് നിങ്ങൾ ആ പറഞ്ഞ 3 റേഷ്യോസ് നിങ്ങളായി ഏതാ ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിഫറൻസ് പോർട്ടിലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അവിടെ P1 ഉം P2 നിങ്ങൾക്ക് ഏതാണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ വാല്യൂ കിട്ടി ദെൻ ഡിഫറൻസ് പോർട്ടിന്റെ ഐസൊലേറ്റഡ് പോർട്ടായ ഐസൊലേറ്റഡ് പോർട്ട് ആരാ ഡിഫറൻസ് പോർട്ടിന്റെ ഐസൊലേറ്റഡ് പോർട്ട് ഏതാ P3 ആണോ P3 മീൻസ് H സൈഡ് ആണ് എന്തായിരിക്കും ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് 0 ആണ് അപ്പൊ അത്രയുമാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട്